ദ ഗ്രേറ്റസ്റ്റ് തിങ് ദാറ്റ് ഐ ക്യാൻ ബിക്കം ഇസ് ഞാൻ ആരുടെയെങ്കിലും ഒരു പ്രയോറിറ്റി ആവുന്നതാണ് എനിക്കിഷ്ടം. ആരുടെയെങ്കിലും ലൈഫിൽ അവരെ ചോദിക്കുമ്പോൾ ഞാൻ പ്രയോറിറ്റി ആണെന്ന് അവരുടെ ആൻസർ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് മൈ സക്സസ്. കാരണം എപ്പോഴും നമ്മൾക്കറിയാം നമ്മുടെ പ്രൊഫഷനും പാഷനും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അപ്പോൾ പ്രൊഫഷനിൽ വന്നിട്ട് പ്രൊഫസേഴ്സ് നമ്മളെ തെറി പറയുമ്പോഴും അല്ലാണ്ട് എൻ്റെ ഷൂട്ട് റെഡി ആവുന്നില്ല, അല്ലാണ്ട് 2-3 ആഴ്ച എനിക്ക് ഷൂട്ട് ഇല്ലായിരുന്നു, ഡള്ളായിരുന്നു എന്നൊക്കെ പറയുകയാണെങ്കിലും ഞാൻ പെട്ടെന്ന് എനിക്കൊരു പ്രൊജക്ട്സ് ഒന്നും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ നമ്പറിൽ ഒരാൾ ഡയൽ ചെയ്തിട്ട് ഞാൻ വിളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ അയാൾ കോൾ എടുക്കും, തിരിച്ചെന്നോട് എടി പോട്ടടി സാരില്ല ഞാനില്ലേ നിനക്കെന്ന് പറഞ്ഞാൽ ഐ എം ലിറ്ററലി ഹാപ്പി മാൻ, ലിറ്ററലി ഹാപ്പി. അങ്ങനെ ഒരു മനുഷ്യൻ വേണമല്ലോ എല്ലാവരുടെ ജീവിതത്തിലും. യെസ്, ടു ബി ട്രൂ. കാരണം വെച്ചാൽ നമ്മളെല്ലാം ജീവിക്കുന്നത് എന്താ, അവസാനം നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈം നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണ്ടേ. അപ്പോൾ നമ്മളെ കൂടെ നിൽക്കാൻ, അതായത് ഇപ്പം നമ്മൾ എപ്പോഴെങ്കിലും വീണു പോകുന്നു, നമ്മൾ എപ്പോഴെങ്കിലും തകർന്നു പോകുന്നു എന്ന് അറിയുമ്പോൾ നമ്മളെ കൂടെ നിൽക്കാൻ ഒരാൾ കിട്ടുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ ബ്ലെസ്സിങ്. അതാണ് എല്ലാ റിലേഷൻഷിപ്സിലും എല്ലാ ഗേൾസും എല്ലാ ബോയ്സും തേടിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഗേൾസ് തന്നെ പേടിക്കുന്നുണ്ടോ ശരിക്കും? അത് നമ്മളുടെ സിറ്റുവേഷൻസ് അല്ലാണ്ട് നമ്മളെ ലൈഫ് എക്സ്പീരിയൻസിനനുസരിച്ചിരിക്കും. കുറേ ടോക്സിക് റിലേഷൻഷിപ്സ് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂടേ പോകും, എൻ്റെ അമ്മ ഇതൊന്നും അതായത് റിലേഷൻഷിപ്സ് വേണ്ടാതിരിക്കുന്നതാണ് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പീസ് എന്ന് തോന്നും. പക്ഷെ അതേ സംബന്ധിച്ച് ഒരു മനുഷ്യൻ നമ്മൾ തരും എപ്പോഴും നമ്മളുടെ മനസ്സിൽ തെരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഫൈനലി ആ ഒരു മനുഷ്യനിലേക്ക് നമ്മൾ എത്തും. ആ ഒരു എത്തിപ്പെടേണ്ട ടൈം അവരാണ് ആക്ച്വലി വിജയികൾ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കിപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തി നിങ്ങളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗേൾസ് നിങ്ങൾ ഓൾറെഡി വിജയിച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഡയൽ ചെയ്യുക അവരെ. അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ എല്ലാം റോങ് ആയിട്ടായിരിക്കും നമ്മളെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇയാളുടെ ഒരു കോള് വരുമ്പോഴത്തേക്കും ദിസ് ഡയലിങ് അല്ലെങ്കിൽ കോളിങ് റിങ്, ആ ഒരു റിംഗ് ടോൺ കേൾക്കുമ്പോഴത്തേക്കും നമ്മളുടെ മനസ്സിലൊരു പകുതി സമാധാനമാണ്. കൂടെ ഉണ്ടാവുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മളുടെ വിളിച്ചിട്ട് നമ്മളുടെ ഒരു ഹലോ എന്നുള്ളതിൽ എന്താണ് നിനക്ക് പ്രശ്നം എന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാൾ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ ഐ ഡോണ്ട് കെയർ വാട്ട് ഹാപ്പൻസ് ഇൻ മൈ ലൈഫ്.